പാരഡി ഗാനത്തിനെതിരെ അല്ല പരാതി നൽകിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ച അയ്യപ്പനും ശാസ്താവും അതിനകത്തൊന്ന് ഒഴിവാക്കണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഭക്തർ മുഴുവൻ ഇന്നും പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള. അത് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, CPM-ൻ്റെ 2 പ്രസിഡന്റുമാരാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. ഈ ഒരു പരാതിയെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തും കൂടെ നമ്മളെ വളരെ മോശമാക്കുന്ന രീതിയിൽ വരെ പ്രചരണങ്ങൾ നടത്തുന്ന നമ്മൾ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. CPM-ഓ കോൺഗ്രസോ BJP-യോ ഒന്നും അല്ല എൻ്റെ ഇവിടുത്തെ വിഷയം. അത് അവരുടെ മുതലെടുപ്പിന് വേണ്ടി അവരെന്തും ചെയ്യട്ടെ. പക്ഷേ ഈ പാട്ടിൽ നിന്ന് അയ്യപ്പനും ശാസ്താവും മാറ്റി. നമസ്കാരം. സോഷ്യൽ മീഡിയയിലടക്കം വൈറലായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെ DGPക്ക് പരാതി നൽകി. അയ്യപ്പൻ്റെ പേര് പ്രതിപാദിക്കുന്ന ഈ ഗാനം ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറിയായ പ്രസാദ് കുഴികാല പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഗാനം LDF-ന് കാര്യമായി ബാധിക്കുകയും ഒരു രാഷ്ട്രീയ പ്രചരണമെന്ന നിലയിൽ UDF ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ പാരഡി ഗാനത്തിനെതിരെ CPM-ഉം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അവർ പറയുന്നത് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണുള്ള പാരഡി ഗാനമെന്ന നിലപാട് CPM നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രസാദ് കുഴികാല DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ പ്രസാദ് കുഴികാലയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് പരാതി നൽകാനുള്ള കാരണമെന്ന്. ആദ്യമേ തന്നെ ഞാൻ പറയാം, ഈ പാരഡി ഗാനത്തിനെതിരെ അല്ല പരാതി നൽകിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ച അയ്യപ്പനും ശാസ്താവും അതിനകത്തൊന്ന് ഒഴിവാക്കണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയും നമ്മുടെ ചാനലുകളൊക്കെ തുറക്കുന്നുണ്ടെങ്കിൽ കാണാമല്ലോ. ഇതിനു മുമ്പ് മണി പാടിയ പാട്ടിനെ സംബന്ധിച്ചൊക്കെ നമ്മളതിനകത്ത് എല്ലാവർക്കും കാണാൻ കഴിയും. അതിനകത്തൊന്നും അയ്യപ്പൻ നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പയ്യപ്പോ എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അത് പാടിയിരിക്കുന്നത്. കൈരളി TV-യിൽ സംപ്രേഷണം ചെയ്ത ഒരു പാട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പം വന്നു. കാരണം അത് ഞാൻ ഇന്നത്തെ ഒരു ചർച്ചയിലും ആ പാട്ട് അവർ കേൾപ്പിച്ചു. അപ്പോൾ അന്നേരം അതിനകത്ത് പറയുന്നത് പയ്യപ്പോ എന്നാണ് പറയുന്നത്, അയ്യപ്പ എന്നല്ല പറയുന്നത്. ഇവിടെ അതല്ല, ഈ പാട്ട് പാടിക്കോട്ടെ, പക്ഷേ ഇതേ രീതിയിലൊരു പദം ഉപയോഗിച്ച് ചെയ്താൽ പോരായോ? ഇത് നമ്മുടെ ഭക്തരെ മാനസികമായി വേദനിപ്പിക്കുന്ന രീതിയിൽ. ഒന്നാമത് നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുടെ വിഷയം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ നാണം കെടുത്തി ഭക്തർ മുഴുവൻ ഇന്നും പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള. അത് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, CPM-ൻ്റെ 2 പ്രസിഡന്റുമാരാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. അവരിന്ന് സിമൻറ്റ് തറയിൽ കിടന്ന് ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാട്ടിക്കൂട്ടിയ വേലകളെല്ലാം അങ്ങേയറ്റം തെറ്റാണ് എന്ന് അയ്യപ്പ ഭക്തന്മാരെല്ലാം അത് വിശ്വസിക്കുന്നുണ്ട്. അതിനെതിരെ ഈ പോറ്റി ഉൾപ്പെടെ ഏതൊരാളും അതിന് എന്ത് ചെയ്തിട്ടുണ്ടോ അതിനെ പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരികയും ഇവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ അഴിയെണ്ണിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് എന്നുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു പരാതിയെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തും കൂടെ നമ്മളെ വളരെ മോശമാക്കുന്ന രീതിയിൽ വരെ പ്രചരണങ്ങൾ നടത്തുന്ന നമ്മൾ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വികാരം അതല്ല. ഞാനിത് പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ MP-മാർ കേരളത്തിൽ നിന്ന് ഈ പാട്ടങ്ങ് പാർലമെൻറ്റിൽ ചെന്നു. അവിടെ ചെന്ന് ഇത് പാടിയപ്പോഴാണ് ദേശീയ മാധ്യമങ്ങൾ കൂടി ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ വിദേശത്തുള്ള ഭക്തർ അവരൊക്കെ നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ഈ നാട്ടിൽ അയ്യപ്പ ഭക്തരായിട്ട് നടക്കുന്നു, അതിൻ്റെ പ്രവർത്തനമായിട്ട് നടക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല? അതിനകത്ത് എന്തിനാണ് അയ്യപ്പനെയും സ്വാമിയെ ഉപയോഗിച്ചിരിക്കുന്നത്? എത്രയോ പാരഡി ഗാനങ്ങൾ കേൾക്കുന്നു, അങ്ങനെ അത് മോശപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് കേൾക്കുന്ന ഉടനെ നമുക്ക് അന്നേരമാണ് കൂടുതൽ വികാരം നമുക്ക് അന്നേരം ഉണ്ടാകുന്നത്. ശരിയാണ് എന്ന് തോന്നിക്കൊണ്ട് തന്നെയാണ് 2 ദിവസമായിട്ടുള്ള തയ്യാറെടുപ്പിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടാണ് DGPക്ക് നമ്മൾ ആ പരാതി ഇന്നലെ അയച്ചത്. അത് അയച്ചത് മാത്രമല്ല, ഞാൻ ഇന്നലെ രാവിലെ ആ പരാതി അയക്കുന്ന സമയത്ത് ഒരു മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ അത് വന്നതല്ല. അത് ഞാൻ തന്നെയാണ് മാധ്യമങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഇത് ഇട്ടപ്പോഴാണ് മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷമാണ് അറിയുന്നത് അതിനകത്ത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അതിനകത്ത് കയറി കൈ കൊടുത്തു എന്നുള്ളത്. അന്നേരമാണ് ഞാൻ ഈ വിഷയം തന്നെ അവർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. അല്ലാതെ CPM-ഓ കോൺഗ്രസോ BJP-യോ ഒന്നും അല്ല എൻ്റെ ഇവിടുത്തെ വിഷയം. അത് അവരുടെ മുതലെടുപ്പിന് വേണ്ടി അവരെന്തും ചെയ്യട്ടെ. പക്ഷേ ഈ പാട്ടിൽ നിന്ന് അയ്യപ്പനും ശാസ്താവും മാറ്റണം എന്ന് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രയാസം അതാണ്. ഭക്തരുടെയൊക്കെ മനസ്സിലെ പ്രയാസവും അത് തന്നെയാണ്. ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറി താങ്കൾ എത്ര വർഷമായി പ്രവർത്തിക്കുന്നു?
തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഞാൻ ശബരിമലയായിട്ട് എൻ്റെ കുഞ്ഞിലെ കാലം തൊട്ട് തന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് മരിക്കുന്നത്. 22 മിനിറ്റ് ശരണം വിളിച്ചുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അറിയാതെ. അതുപോലെ ഞങ്ങൾ വർഷങ്ങളായിട്ട് അയ്യപ്പ ഭക്തി ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭക്തി തന്നെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പ്രയാസം വരും. അങ്ങനെയാണ് ഞാൻ 39 വർഷം മുമ്പ് തിരുവാഭരണം എന്ന് പറയുന്ന കൊണ്ടുപോകുന്ന സ്ഥലം മുഴുവൻ കയ്യേറിപ്പോയി 3 അടി വരെയായിട്ട് മാറി മലമൂത്ര വിസർജനം കൊണ്ടും കയ്യേറ്റക്കാരെ കൊണ്ടും നാശോന്മുഖമായി പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് അന്ന് ഞാൻ അതിനിറങ്ങി പ്രവർത്തിച്ചത്. അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ആ സംഘടനയൊക്കെ രൂപീകരിക്കാനുണ്ടായതും. അങ്ങനെ 2018 ഹൈക്കോടതി ഞാനൊരു കേസ് അത് ഒഴിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു. അത് 2022 വിധിയായി കിടക്കുകയാണ്. 485 കയ്യേറ്റക്കാരാണ് ഒഴിപ്പിക്കാൻ വിധിയായി കിടക്കുന്നത്. അങ്ങനെ അതിൻ്റെ പേരിൽ ഞാൻ അന്ന് തൊട്ട് ഈ ഭഗവാന് വേണ്ടി പോരാടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ യുവതീ പ്രവേശന വിഷയം ഉണ്ടായ സമയത്ത് ആദ്യമേ എല്ലാവരും മാറി നിന്നു. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെല്ലാം അതിൽ നിന്ന് മാറി നിന്നപ്പോഴും ആദ്യമേ എൻ്റെ സ്ഥലത്തു നിന്ന് കൊണ്ടുപോയി 21 അമ്മമാരെ വെച്ചിട്ടാണ് പന്തളത്ത് ഈ തിരുവാഭരണം ഇരിക്കുന്ന മാളികയ്ക്ക് മുന്നിൽ പോയി ആദ്യത്തെ ഉപവാസം നടത്തുന്നത് ഞാനാണ്. അന്ന് ആ ഉപവാസത്തിൽ നിന്നാണ് മാധ്യമങ്ങൾ എയറിലേക്ക് ഈ വാർത്ത വരുന്നത്. പിന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് ഒക്ടോബർ 2 ആ പരിപാടി അവിടെ നടക്കാനും അന്ന് മാറി നിന്നവരെല്ലാം ഒക്ടോബർ 2 തൊട്ട് ഇതിനെ തഴുകാനും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അതും ഞാൻ തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നിലയ്ക്കലുള്ള സമരം നടത്താൻ നേരം പർണശാല കെട്ടി സമരം നടത്തുന്ന അതിൻ്റെ ബാനർ റാന്നിയിൽ നിന്ന് ഞാനാണ് ആ ബാനർ അടിച്ചുകൊണ്ട് അവിടെ കെട്ടി ആ സമരത്തിന് അന്ന് തൊട്ട് അവിടെ നടന്ന ആ സമരത്തിന് ആദ്യം തൊട്ട് അവസാനം വരെ അതിൻ്റെ കൂടെ നിന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പൻ്റെ കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന വാജീവാഹനം എടുത്തുകൊണ്ട് പോയ കഥ അത് ഒരു ചാനൽ ചർച്ചയിൽ കൂടെ ഞാൻ തന്നെയാണ് അത് ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഇറിഡിയം കൊണ്ടുപോയതിനെ സംബന്ധിച്ചും ഈ വിഷയവും ഞാൻ തന്നെയാണ് ഉന്നയിച്ചത്. ഇപ്പോൾ നമ്മുടെ അയ്യപ്പ ഭക്തർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ആ രീതിയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് അതിന് മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും കരുതിക്കൊണ്ട് എന്നെ മോശമായി ചിത്രീകരിക്കാനോ അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമല്ല. ഞാനൊരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അത് ഞാൻ കായ്ച്ചു കിടക്കുന്ന ഒരു മരമാണ്. ഏറ് കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. അവരെത്ര വേണേ എറിഞ്ഞോട്ടെ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കഴിച്ച മുന്തിരിങ്ങ അല്ലെങ്കിൽ ഈ നെല്ലിക്ക നാളെ നിങ്ങൾക്ക് മധുരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് സംശയം വേണ്ട. നാളെ ആരെങ്കിലും ഇതേ രീതിയിൽ മറ്റൊരു പാട്ടുമായിട്ട് അയ്യപ്പനെ കോമാളി വേഷം കെട്ടിക്കുവാണെങ്കിൽ അന്ന് വിണപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിപ്പോഴേ മുളയിലെ ഞുള്ളൻ്റെ കാര്യം മുളയിലെ ഞുള്ളിയെങ്കിൽ മാത്രമേ ഇത് ഈ രീതിയിലേക്കല്ല. നാളെ ഒരു പാട്ട് മോശമായിക്കൊണ്ടൊരു പാരഡിയിൽ അയ്യപ്പനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങേ അറ്റത്തെ തെറ്റ് തന്നെയാണ്. ഏതെങ്കിലും സംഘടനയുടെയോ പാർട്ടിയുടെയോ ചുമതല എന്തെങ്കിലും ഉണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പാർട്ടിയുടെയും ചുമതലയില്ല. ഞാൻ 10 വർഷം മുമ്പ് വരെ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഞാൻ ഇന്നും അതേ രീതിയിലൊരു അനുഭാവി തന്നെയാണ്. എനിക്ക് CPM-ഉമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഇന്നും ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാകുന്നില്ല. എൻ്റെ മരണം വരെ ആ ബന്ധം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയത്തെ എൻ്റെ സോഷ്യൽ മീഡിയയുള്ള ഫേസ്ബുക്ക് സഹിതമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനെ അറിയാൻ എൻ്റെ ആ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന്. പിന്നെ രാഷ്ട്രീയം എൻ്റെ ആണെന്ന് ആർക്കെങ്കിലും അങ്ങനെ സംശയമുള്ളവർക്ക് പേഴ്സണലി വരുന്നുണ്ടെങ്കിൽ ഞാൻ ആരെ രാഷ്ട്രീയക്കാരനെ ഞാൻ എവിടെ വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കുക. അവർ വരട്ടെ. അല്ലാതെ മാറിയിരുന്നു കൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ മുളങ്കൂട്ടത്തിൽ കല്ലെടുത്ത് എറിഞ്ഞ് വെച്ച് അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന രീതിയിലേക്ക് ചിരിക്കുന്നവർ അവർ ചിരിക്കട്ടെ. അത് എനിക്ക് എൻ്റെ ഒരു വിഷയമേ അല്ല. പക്ഷേ എൻ്റെ വിഷയത്തിൽ ഇതാണ്. ഇത് നിങ്ങൾക്ക് നാളെ മനസ്സിലാകും ഏത് രീതിയിലാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പോറ്റിയല്ല അകത്ത് കിടക്കുന്നു. ഇനി അന്വേഷണം നടത്തുമ്പോൾ ഇനി വലിയ വമ്പന്മാരൊക്കെ വരാൻ കിടക്കുന്നു. അവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതിന് എന്ത് വരെ പോകണമെങ്കിലും എന്ത് തെളിവ് ശേഖരിച്ച് കൊടുക്കണമെങ്കിലും അതെല്ലാം നമ്മൾ കൊടുക്കും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭക്താവല്ല. ഒരാളിന് വേണ്ടി ഞാനൊരു വിടുപണിയും ചെയ്യത്തില്ല എന്ന് 100% ആ കാര്യത്തിൽ ഉറപ്പ് പറയുകയാണ്. DGPക്ക് പരാതി നൽകിയതിനെ തുടർന്ന് എന്തെങ്കിലും മറുപടി ലഭിച്ചോ? ഇല്ല. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് DGPയുടെ അഡ്രസ്സ് എടുത്തിട്ട് എനിക്കൊരു പരാതി അയക്കാനേ പറ്റൂ. എനിക്ക് അതേ രീതിയിലുള്ള സ്വാധീനം നമ്മുടെ പോലീസിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഇല്ലല്ലോ. അവരൊരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശം എന്താണ് എന്ന് വെച്ചാൽ അവരാണ് നോക്കേണ്ടത്, അല്ല ഞാനല്ലല്ലോ. എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഞാനൊരു പരാതി കൊടുത്തു. അതെങ്ങനെയാകുന്നു എന്ന് ഇനി അതിനകത്ത് നിയമമുണ്ട്, അവരങ്ങനെ ചെയ്യട്ടെ. ഇതില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മാറ്റുന്നില്ല എങ്കിൽ ഞാൻ ഹൈക്കോടതിയിൽ പോകണം എന്ന് ഞാൻ അഡ്വക്കറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ വരും സമയങ്ങളിൽ ഇത് നടന്നില്ലെങ്കിൽ അതിനായാലും നമ്മളത് കൊടുക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ ഒരു സാഹചര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് CPM-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗാനം കൂടി എഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു സംസാരം വരുന്നുണ്ട്. അതെ, നമുക്കത് അറിയത്തില്ലേ. ഇപ്പം
ഏത് കാര്യം എവിടെ കൂടെ ഇറങ്ങി വന്നാലും ആർക്കെങ്കിലും ഒന്ന് ഗുണപ്പെടും. കാരണം ഒന്നഴുകിയാലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടെ CPM-നോ കോൺഗ്രസിനോ BJP-ക്കോ നേട്ടം കിട്ടിയോ എന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ അതിൻ്റെ ആളല്ലാത്തതുകൊണ്ട്. കാരണം എനിക്ക് അവരുടെ ആരുടെ നേട്ടം വന്നാലും കോട്ടം വന്നാലും ആര് ഭൂരിപക്ഷത്തിൽ വരുന്നോ അവരുടെ ഭരിക്കുന്ന ഒരു അനുയായി, ഒരു പ്രജ മാത്രമാണ് ഞാൻ. അപ്പോൾ അവരുടെ വാക്കും നോക്കും ഒന്നും കേട്ടിട്ട് എനിക്കതിനകത്ത് അന്തർഭവിക്കേണ്ട കാര്യമോ എനിക്കതിൻ്റെ ഭാവമാകേണ്ട കാര്യമോ അല്ലെ അവരെ എനിക്ക് ഉയർത്തിക്കൊണ്ട് ഭാവമൊന്നും എനിക്കില്ല. എൻ്റെ ഒരു ബന്ധുക്കളുമല്ല, അല്ലെങ്കിൽ ഒരു ബന്ധവും ഒരു സുഹൃത്ത് ബന്ധം പോലും ഇല്ല. എല്ലാവരും സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് ആരോടും ആ രീതിയിലുള്ള ശത്രുതയില്ല. പിന്നെ തിരുവാഭരണ പാത എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരിൽ ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നെ മറുപടിയായിട്ട് ഇതിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പോയിട്ടുണ്ട്. അവരിപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് പിന്നെ പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെ തിരുവാഭരണ പാതയ്ക്ക് വേണ്ടി വർഷങ്ങളായിട്ട് കേസ് കൊടുത്ത് പിന്നെ 18-ൽ കൊണ്ട് ഹൈക്കോടതി കേസും കൊടുത്ത് വിധിയാക്കിയിട്ടിരിക്കുന്ന ആ വിധിപ്പകർപ്പ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കൈവശം തന്നെയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെ ഈ പറയുന്ന ആർക്കെങ്കിലും അത് ചെയ്യാൻ ഇനിയും മുന്നോട്ട് ചെയ്യാൻ, കാരണം എനിക്കും വയസ്സ് ഇത്രയായി, കാരണം നമ്മുടെ ചെറുപ്പം കഴിഞ്ഞു, ഇനിയുള്ള സമയം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വരാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇരിക്കുന്ന മുഴുവൻ രേഖകളും അവരുടെ കൊടുക്കാം. അവരിതേ രീതിയിൽ തന്നെ കൊണ്ടുപോട്ടെ. അത് എന്തായാലും തിരുവാഭരണ പാത അവിടെ നിന്ന് നഷ്ടപ്പെടരുത്. തിരിച്ചു കിട്ടിയ സാധനം ഭക്തർ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ഇത് മാത്രമാണ്. എന്നെ വിട്ടേക്കുക, ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല എന്നുള്ളത് വീണ്ടും ഞാൻ അറിയിക്കുന്നു. ഇതാണ് എന്നെ സംബന്ധിച്ചതിന് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെ ഒരുപാട് അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങൾ ഉണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. കാരണം എത്ര അധിക്ഷേപം ഉണ്ടായാലും നമ്മളൊക്കെ പൊതുപ്രവർത്തകരല്ലേ, ഇത്രയും വർഷങ്ങളായില്ലേ, ആ ഏറിനെയൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. നാളെ ഈ പറഞ്ഞവരെല്ലാം ഞാൻ ഞാൻ പറഞ്ഞത് ഇന്ന് നെല്ലിക്കയാണ് കഴിക്കും, നാളെ മധുരിക്കും. അത് വരട്ടെ, അതിനകത്ത് എങ്ങനെ വേണേൽ ചെയ്തോട്ടെ. അതിനൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വിഷയമേ അല്ല. ഏതായാലും ഈ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാരഡി ഗാനം ഇറങ്ങിയിട്ടുണ്ട്. പോറ്റിയെ കയറ്റിയെ എന്ന ആ ഗാനം അയ്യപ്പൻ്റെ നാമം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഭക്തർക്ക് അവരുടെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പരാതിയാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. ശബരിമല വിഷയങ്ങളിലൊക്കെ ആദ്യം പ്രതികരിക്കുകയും അയ്യപ്പൻ്റെ ശബരിമലയ്ക്ക് വേണ്ടുന്ന നിരവധി ആവശ്യങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രസിദ്ധ് കുഴികാല. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാതിയും നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.